പെപ്പർ ലെമൺ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശ്രുതി എന്നാണ്. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് പെപ്പർ ലെമൺ ചിക്കൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പേര് പോലെ തന്നെ പെപ്പറിൻ്റെ ഒരു ടേസ്റ്റും ലെമണിൻ്റെ ചെറിയ പുളിപ്പോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. റോസ്റ്റാണ്, അപ്പോൾ ഡ്രൈ റോസ്റ്റാണ്. അതിൽ ഗ്രേവിയും ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. അപ്പോൾ ലെമൺ ചിക്കൻ്റെ ഒരു ഗ്രേവി വേർഷൻ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ പെപ്പർ ലെമൺ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഒരു ബൗളിലേക്ക് 500 ഗ്രാമോളം ചിക്കൻ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പുപൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം ഒരു 1.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈര്. അത് നമ്മൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട ഉടച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഇത് ആവുന്ന തരത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു മണിക്കൂറോളം മിനിമം നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിൻ്റെ തണുപ്പെല്ലാം മൊത്തത്തിൽ മാറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചിക്കനിൽ എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പച്ചമുളകാണ്. അപ്പോൾ ഇതൊരു 4 പച്ചമുളക് ചെരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയിൽ ചെരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മല്ലിയില കൊത്തി അരിഞ്ഞതും ഇഞ്ചി നീളനെ കനം കുറച്ചരിഞ്ഞതും എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഓരോ ടേബിൾ സ്പൂണോളം മതിയാവും, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ഒരു 10 മണി കുരുമുളകുമാണ്. അപ്പോൾ പട്ട ഒരു ചെറിയ പീസാണ്, ഏലക്കായ 2-3 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പൂ ഒരു 2-3 എടുത്തിട്ടുണ്ട്, ഒരു 10 മണി കുരുമുളക്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ തരിതരിപ്പായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ പൊടി 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമൂലിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് കട്ട ഉടച്ച് വെച്ചിരിക്കുന്ന പുളിയില്ലാത്ത തൈരാണ് ഇത്, കേർഡ്. അത് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ ഗരം മസാല പൗഡറാണ്. അത് നിങ്ങൾക്ക് ഒരു 1/4 സ്പൂണ് തൊട്ട് 1/2 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടായി ബട്ടറൊക്കെ മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതിനെ 2 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഓരോ ഭാഗവും 3 to 5 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമാണ് നിങ്ങൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ടയില്ലാത്ത പുളിയില്ലാത്ത കട്ട തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതോടൊപ്പം എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്കായ തുടങ്ങിയ ഐറ്റംസൊക്കെ ഈ എണ്ണയുടെ സൈഡിലായിട്ട് നമുക്ക് അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് 3-4 ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ നീളനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ ഇഞ്ചിയുടെ കഷ്ണങ്ങളാണ്. ഇനി നമ്മൾ ഒരു 1/2 സ്പൂണോളം അല്ലെങ്കിൽ 1 സ്പൂണോളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് പറ്റി പിടിക്കുന്ന മാതിരിയൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കേ, എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മൂടി ഒന്ന് മാറ്റിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കല്ലേ.
ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മൂടി മാറ്റിയതിന് ശേഷം നന്നായിട്ട് ചിക്കൻ പീസസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടിയും ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റും കൂടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മാറ്റിയിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ നോക്കിക്കേ, നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി നല്ലപോലെ കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1/4 സ്പൂണോളം ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില കൊത്തിയരിഞ്ഞത് കൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ഇതിനെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഗരം മസാലയുടെ മണമൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റും കൂടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്നൊന്ന് നോക്കി നോക്കിയാലോ. ഇത് നോക്കിക്കേ, നമ്മളുടെ പെപ്പർ ലെമൺ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതോടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരല്പം നീളനെ അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയുടെ പീസസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 2 പച്ചമുളകും കൂടി സ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു അരമുറിയോളം ലെമണിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഇത് പെപ്പർ ലെമൺ ചിക്കൻ ആയതുകൊണ്ട് ലെമണിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു 1/4 സ്പൂണോളം ബട്ടറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ആ ബട്ടർ ആ ചൂടിൽ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ പെപ്പർ ലെമൺ ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയാലോ. നമ്മൾ അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം കൊറിയാണ്ടർ ലീവ്സും കൂടി ഇതിൻ്റെ പുറത്തേക്ക് തൂവി കൊടുത്ത് ഒന്ന് അലങ്കരിച്ച് എടുക്കാം. ഇപ്പോൾ നമ്മുടെ പെപ്പർ ലെമൺ ചിക്കൻ ഫുള്ളായിട്ട് നമ്മളൊന്ന് അലങ്കരിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.